വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് റിയാദിൽ നിന്ന് ദമാം കോബാർ വഴി ജുബൈൽ പോകുകയാണ്. വെരി എക്സൈറ്റഡ്. ഒരു ഹായ് പറ മോനെ, ഒരു ഹായ് പറയൂ. അപ്പം ബാക്കി കാഴ്ചകൾ കാണാം. അങ്ങനെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നമ്മളിവിടുന്ന് മലസിലുള്ള അൽമാസ് റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് വട്ടം വന്നിട്ടുണ്ട് ലഞ്ച് കഴിക്കാനൊക്കെ. നല്ലൊരു റെസ്റ്റോറൻറ്റാണ്, നല്ല അടിപൊളി ഇൻറ്റീരിയറൊക്കെ ചെയ്ത് നല്ലൊരു ആംബിയൻസ് ഉള്ള നല്ല ഒരു റെസ്റ്റോറൻറ്റ്. ഇവിടെ 16 റിയാലിനും ബ്രേക്ക്ഫാസ്റ്റ് ബഫേ ഉണ്ട് എവറി സാറ്റർഡേ ആൻഡ് ഫ്രൈഡേ. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ കയറി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് വന്നിട്ട് ഗീ റോസ്റ്റ് ഒരെണ്ണം, പിന്നെ ഇഡ്ഡലി കുറച്ച് ഓർഡർ ചെയ്തു, പിന്നെ അപ്പം പാലം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അൽമാസിൽ, മലസ് ഏരിയയിൽ അൽമാസ് റെസ്റ്റോറൻറ്റിൽ. ഫുഡ് തരക്കേടില്ല, തെറ്റ് പറയാനില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിനെക്കാട്ടിലും നല്ലത് എനിക്ക് തോന്നുന്നു ലഞ്ചാണ്. കുഴപ്പമില്ലായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? നല്ലായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ് മോനെ? നൈസ്. നമ്മൾ ദമാം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാഴ്ചകളുണ്ടായി കാണിക്കാം. അങ്ങനെ സൗദി വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് മരുഭൂമി കാണുകയാണ്. നമ്മളാ ഈ ഏരിയ, നമ്മൾ താമസിക്കുന്ന ഏരിയയിലൊന്നും ഇങ്ങനെ ഈ കറക്റ്റ് മരുഭൂമി പോലെ മണൽ മാത്രമൊന്നും ഞാൻ കണ്ടിട്ടില്ല. അടിപൊളിയല്ല, കാണാൻ തന്നെ വേറൊരു നല്ല രസമാണ് കാണാൻ. ഒരു റെഡ് കളർ മണൽ. പിന്നെ ഇവിടെ ത്രൂ ഔട്ടൊന്നും കാണാനൊന്നും ഇല്ല. ഈ റിയാദ് ടു ദമാം ഏരിയയിലൊന്നും കാണാനൊന്നും ഇല്ല, എല്ലാം മരുഭൂമിയാണ്. അങ്ങനെ ഫൈനലി നമ്മൾ ദമാമിലെത്തി. നമ്മൾ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഒരു സൈഡിലൊന്നും കാണാനൊന്നുമില്ല. റിയാദ്, ദമാം, കോബാർ ആ സൈഡൊന്നും കാണാനില്ല, സൈഡ് വിജനതയാണ്. അങ്ങനെ നമ്മൾ എയർപോർട്ട് റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഈ ദമാം എന്ന് പറയുന്ന എയർപോർട്ട് വേൾഡിലേക്കും ലാർജസ്റ്റ് ആയിട്ടുള്ളൊരു എയർപോർട്ടാണ്. ഞാൻ കാണിക്കാം. ഇതാണ് നമ്മുടെ വേൾഡിലേക്കും ലാർജസ്റ്റ് ആയിട്ടുള്ള എയർപോർട്ട്, ദമാം എയർപോർട്ട്. വലിയ തിരക്കൊന്നും ഇവിടെ കാണുന്നില്ല. എന്നുവെച്ചാൽ ഇപ്പം സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കാം. ഇവിടെയാണ് അറൈവൽ, താഴെയാണ് അറൈവൽ, മുകളിലാണെങ്കിൽ ഡിപ്പാർച്ചർ. അങ്ങനെ നമ്മൾ ഏകദേശം ജുബൈൽ അടുക്കാറായി. ജുബൈൽ അടുക്കുന്നതിന് മുന്നേ നമ്മൾ പെട്രോളൊക്കെ അടിച്ചു. ഏകദേശം 5 മണിക്കൂറുണ്ടായിരുന്നു റിയാദിൽ നിന്ന് ജുബൈലിലോട്ട്. അങ്ങനെ നമ്മൾ ഒരു ഉപ്പും മുളകും റെസ്റ്റോറൻറ്റിൽ കയറി. ജുബൈലിലുള്ള നല്ല ഇൻറ്റീരിയറൊക്കെ ചെയ്ത ഒരു അടിപൊളി ഹോട്ടലാണ്. മേളിലാണ് ഫാമിലി സീറ്റിങ്, താഴെ ബാച്ചിലേഴ്സിനുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്ത് വന്നിട്ട് ചട്ടിച്ചോറും സാധാ ഊണുമാണ്. ചട്ടിച്ചോറിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. മുട്ട, ചിക്കന്, ബീഫ്, അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. നല്ലൊരു ഫുഡായിരുന്നു, ഒരു ഡീസൻറ്റ് ഫുഡ്. പിന്നെ കുറേ കടി ഐറ്റംസ് ഉണ്ട്, പത്തരി, അരിയുണ്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. നമ്മൾ നേരെ ഇനിയും പോകുന്നത് ഹോട്ടലിലോട്ടാണ്. അങ്ങനെ നമ്മൾ നിൽക്കുന്ന ഹോട്ടൽ വന്നു. ഹോല ഹോട്ടൽ എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്.
വലിയ രസമൊന്നുമില്ല പറയാൻ. അവിടെ ആദ്യമേ ഒരു റിസപ്ഷൻ നമ്മൾക്ക് വെയിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ റൂമിലെത്തി. ആദ്യമേ കാണുന്ന റൂം തുറന്നു കയറുന്നത് ബാത്റൂമിലോട്ടാണ്. പിന്നെ ഒരു റൂം ബെഡൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു സാധാരണ ഒരു ആവറേജിലും താഴെ ഒരു റൂം. അതുകൊണ്ട് നമ്മൾ ഒരു ദിവസത്തേക്ക് ഇവിടെ സ്റ്റേ ചെയ്യുന്നുള്ളൂ. വലിയ രസമൊന്നുമില്ല. അങ്ങനെ നമ്മൾ വൈകിട്ടാണെങ്കിൽ അൽനക്കൽ ബീച്ചിൽ പോയി. അത് കഴിഞ്ഞ് നമ്മൾ ഡയറക്റ്റ്ലി പോയത് ബനാന ബീച്ചിലോട്ടാണ്. ഒരു അടിപൊളി ഒരു ബീച്ച് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇതാണ് ബനാന ബീച്ച് ജുബൈലിലുള്ളത്. ഇവിടെ എൻട്രി ഫീസ് ഉണ്ട് 10 റിയാൽ പെർ ഹെഡ് 10 റിയാൽ. അങ്ങനെ നമ്മൾ ഒരു കാം ആൻഡ് ക്വയറ്റ് ഒരു ബീച്ചാണിത്. അടിപൊളി. അത് അവർ സെറ്റ് ചെയ്തേക്കുന്നതും കുറേ ഇരിക്കാൻ റിലാക്സ് ചെയ്തിരിക്കാനൊക്കെ കുറച്ച് കസേരയും സോഫയൊക്കെ ഇട്ടിട്ടുണ്ട്. പിള്ളേർക്ക് കളിക്കാനുള്ള എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെ ഇവിടെ ഞങ്ങൾ ചെന്നപ്പോൾ അധികം ആൾക്കാരൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ജുബൈലുള്ള ആൾക്കാരെല്ലാം റിയാദ് വന്നു, റിയാദിലുള്ളവരെല്ലാം അവിടുന്ന് ഇങ്ങോട്ട് വന്നു. എല്ലാവരും അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ കൊച്ചു പിള്ളേർക്ക് കളിക്കാനുള്ള വാട്ടർ തീം പാർക്ക് പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഇത് വന്നിട്ട് ഒരു ക്യാബിൻ പോലെ നമുക്കാണെങ്കിൽ എനിക്കൊന്നിത് പേ ചെയ്യണം. ഇത് പേ ചെയ്താൽ നമുക്ക് ഉള്ളിൽ കയറി റിലാക്സ് ചെയ്യാം. വേണമെങ്കിൽ കോഫി കുടിച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് റിലാക്സ് ചെയ്യാം. പിന്നെ കുറച്ച് കോഫി ഷോപ്സ് ഉണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് കടകളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ ഔട്ട്ലെറ്റ് പോലെ. പിന്നെ ഇവിടെ അതെല്ലാം കാണുന്ന ആ വീട് പോലെ കാണുന്നതെല്ലാം വന്നിട്ട് ചെറിയ ഔട്ട്ലെറ്റാണ്, കടകൾ. നമ്മൾ കുറച്ച് അങ്ങോട്ട് നടന്നു വന്നപ്പോൾ ഭയങ്കര മണം, ഈ പുകയ്ക്കുന്ന സാധനം. എന്നിട്ട് നമ്മളവിടുന്ന് കുറച്ചൊക്കെ മേടിച്ച് അവിടുന്ന്. പിന്നെ അത് കഴിഞ്ഞ് കയാനിൽ നിന്നൊരു കോഫിയൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്ത് ചില്ല് ചെയ്ത് നമ്മളവിടുന്ന് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അതിന് ശേഷം നമ്മൾ അവിടുന്ന് ഇറങ്ങി അൽ റഹ്മാനിയ ഹോട്ടലിൽ നിന്ന് ഫുഡ്